ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഒരു പുതിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് 7 മാർക്സ് ക്വസ്റ്റ്യൻ നിന്ന് ഷുവർ ആണ്. സൊല്യൂഷൻ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ തേർഡ് മോഡ്യൂളിൽ എന്തുവാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് പഠിക്കുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്താണ് നിങ്ങൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം കണക്ട് ചെയ്ത് എങ്ങനെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്നത്. നമുക്ക് അതിന് ആദ്യം കുറച്ച് ഫോമുല ആദ്യം അത് നോക്കാം. ലാപ്ലേസ് ഓഫ് y ഡാഷ് ഈക്വൽ ടു ലാപ്ലേസ് ഓഫ് y ഡാഷ് എവിടെ കിടക്കുന്നോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് L ഓഫ് y മൈനസ് y ഓഫ് 0 ആണ്. ലാപ്ലേസ് ഓഫ് y ഡബിൾ ഡാഷ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് S സ്ക്വയർ L ഓഫ് y മൈനസ് S y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0. ഈ y ഡാഷ് y0 എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടും ലാപ്ലേസ് ഓഫ് y ട്രിപ്പിൾ ഡാഷ് ആണ്. ട്രിപ്പിൾ ഡാഷ് ആണെങ്കിൽ S ക്യൂബ് L ഓഫ് y മൈനസ് S സ്ക്വയർ y ഓഫ് 0 മൈനസ് S y ഡാഷ് ഓഫ് 0 മൈനസ് y ഡബിൾ ഡാഷ് ഓഫ് 0. ലാസ്റ്റ് ഒന്നും വേണ്ട, ശ്രദ്ധിച്ചോ, ലാപ്ലേസ് ഇല്ല. ലാസ്റ്റത്തെ ടേംസ് ഒന്നിലും ലാപ്ലേസ് ഇല്ല, വെറും y ഓഫ് 0 y ഡാഷ് ഓഫ് 0 y ഡബിൾ ഡാഷ് ഓഫ് 0. അങ്ങനെയാണ് ലാപ്ലേസ് ഓഫ് ഇത് y ഡാഷ് ഓഫ് 0യും y ഡബിൾ ഡാഷ് ഓഫ് 0യും y ഓഫ് 0യും എല്ലാം ക്വസ്റ്റ്യൻ തരും. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ച ഭാഷയും എല്ലാം യൂസ് ചെയ്യണം, അതെല്ലാം നോക്കണം. ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. യൂസിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 4. y ഓഫ് 0 തന്നിട്ടുണ്ട്, എപ്പോൾ എന്താണ് 2, y ഡാഷ് ഓഫ് 0 3 എന്ന് തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതുക. y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 4. ഓക്കെ, ഈ y ഡബിൾ ഡാഷ് എല്ലാത്തിനും ലാപ്ലേസ് അപ്ലൈ ചെയ്യണം. അപ്പൊ ലാപ്ലേസ് ഓഫ് y ഡബിൾ ഡാഷ് ബോത്ത് സൈഡ് ലാപ്ലേസ് കൊടുക്കണം. 2y ഈക്വൽ ടു ലെഫ്റ്റിൽ കൊടുത്തതുപോലെ റൈറ്റിലും കൊടുക്കണം, ലാപ്ലേസ് ഓഫ് 4. ഓക്കെ, ഇനി ഓരോന്നിനും ലാപ്ലേസ് ബാധകമാണ്. ലാപ്ലേസ് ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് 3 കോൺസ്റ്റന്റ് ആണ്. ലാപ്ലേസ് ഓഫ് y ഡാഷ് പ്ലസ് 2 into ലാപ്ലേസ് ഓഫ് y ഈക്വൽ ടു ലാപ്ലേസ് ഓഫ് 4. ഓക്കെ, ലാപ്ലേസ് ഓഫ് y ഡബിൾ ഡാഷ്, ലാപ്ലേസ് ഓഫ് y ഡബിൾ ഡാഷിന്റെ അവിടെ കൊടുക്കേണ്ട വാല്യൂ അടക്കുന്നത്. എന്തുവാണ് ലാപ്ലേസ് ഓഫ് y ഡബിൾ ഡാഷിന്റെ അവിടെ S സ്ക്വയർ L ഓഫ് y മൈനസ് S y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0. ഇത്രയാണ് ലാപ്ലേസ് ഓഫ് y ഡബിൾ ഡാഷിന്റെ അവിടെ കൊടുക്കേണ്ടത്. മൈനസ് 3 ലാപ്ലേസ് ഓഫ് y ഡാഷ്, y ഡാഷിന്റെ അവിടെ എന്താണ് കൊടുക്കേണ്ടത്? S ബ്രാക്കറ്റിൽ 3 കോമൺ ആണ്. ലാപ്ലേസ് ഓഫ് y ഡാഷ് ഏതാണോ അത് ബ്രാക്കറ്റിൽ എഴുതാം. S L ഓഫ് y മൈനസ് y ഓഫ് 0 പ്ലസ് എന്താണ് എടുക്കുന്നത്? 2 into ലാപ്ലേസ് ഓഫ് y. ലാപ്ലേസ് ഓഫ് y ലാപ്ലേസ് ഓഫ് y തന്നെയാണ്, വേറെ ആൻസർ ഒന്നുമില്ല. ഈക്വൽ ടു 4 അവിടെ കോൺസ്റ്റന്റ് ആണ്. ലാപ്ലേസ് ഓഫ് എന്താണ്? 4ന്റെ പ്ലേസിൽ 1 ആണ് വരുന്നത്. ഇനി അറിയാവുന്ന വാല്യൂസ് എല്ലാം നമുക്ക് കൊടുക്കാം. S സ്ക്വയർ ലാപ്ലേസ് ഓഫ് y ഒന്നും നമുക്കറിയില്ല, മൈനസ് y ഓഫ് 0. y ഓഫ് 0 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എന്തുവാണ്? 2 ആണ്. അപ്പൊ S into മൈനസ് y ഡാഷ് ഓഫ് 0 3 മൈനസ് 3 into ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക S L ഓഫ് y മൈനസ് into മൈനസ് പ്ലസ് 3 into y of 0. y of 0 എന്തുവാണ്? 2 ആണ്. പ്ലസ് 2 into ലാപ്ലേസ് ഓഫ് y equal to 4 into ലാപ്ലേസ് ഓഫ് y. ഈ ലാപ്ലേസിന്റെ വാല്യൂസ് കൊടുക്കുക. നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്കൊരു ലാപ്ലേസ് ഓഫ് y വരുന്ന ടേംസ് കോമൺ എടുക്കാം. ഇതിനകത്ത് ലാപ്ലേസ് ഓഫ് y ഉണ്ട്, ഇതിനകത്തുണ്ട്, ഇതിനകത്ത്. അപ്പൊ ലാപ്ലേസ് ഓഫ് y ഞാൻ അതിൽ നിന്ന് കോമൺ എടുക്കണം. ലാപ്ലേസ് ഓഫ് y കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും? S സ്ക്വയർ. ഇവിടെ ലാപ്ലേസ് ഓഫ് y കോമൺ എടുത്തു കഴിഞ്ഞാൽ മൈനസ് 3s
ഇവിടെ ലാപ്ലേസ് ഓഫ് y കോമൺ എടുത്തു കഴിഞ്ഞാൽ 2. ഓക്കെ, ഈക്വൽ ടു ബാക്കി എന്തൊക്കെ ടേംസ് ഉണ്ടോ അതെല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊണ്ടുപോകാം. ഇവിടെ ആദ്യം മൈനസ് s into 2s മൈനസ് 3 പ്ലസ് 3 into 6 4 into ലാപ്ലേസ് ഓഫ് 1. ലാപ്ലേസ് ഓഫ് 1 നമ്മൾ പഠിച്ചു 1/s. ഓക്കെ, ലാപ്ലേസ് ഓഫ് y is equal to s square minus 3s plus 2 minus 2s minus 3 plus 6 എന്ത് വരും plus 3 minus 2s plus 3 equal to 4/s. ഈ ടേംസ് ഞാൻ നെക്സ്റ്റ് സൈഡ് കൊണ്ടുപോവാണ്. L of y is equal to s square minus 3s plus 2. നെക്സ്റ്റ് സൈഡിൽ കൊണ്ടുപോയാൽ റൈറ്റ്സിന്റെ കൊണ്ടുപോയാൽ minus 2s ഉണ്ടാവും plus 2s minus 3. ഇനി അവിടെ LCM നമുക്ക് എടുക്കാം. LCM എടുത്തപ്പോ s ആണ് LCM. 4 plus LCM 2s square. ഓക്കെ, minus 3s. ലാപ്ലേസ് ഓഫ് y ഇൻറ്റു ഈ ടേംസ് ആണ്. വെറും ലാപ്ലേസ് ഓഫ് y കാണാൻ ഈ ബ്രാക്കറ്റിൽ വരുന്ന ടേംസ് ഈക്വൽ ടുന്റെ ഇപ്പോൾ സൈഡിൽ വരുമ്പോൾ എന്തായി മാറും? 2s സ്ക്വയർ. ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുന്നത് 2s സ്ക്വയർ മൈനസ് 3s പ്ലസ് 4. താഴെ എന്താണ് വരുന്നത്? s സ്ക്വയർ. ഇവിടുത്തെ ഓൾറെഡി ഒരു s ഉണ്ട്, അത് എഴുതാൻ മറക്കരുത്. s സ്ക്വയർ മൈനസ് 3s പ്ലസ് 2. അപ്പോ ലാപ്ലേസ് ഓഫ് y കോമൺ എടുത്ത് ബാക്കി ബ്രാക്കറ്റിൽ വരുന്ന ടേംസ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഈ എസിന്റെ കൂടെ ബ്രാക്കറ്റിൽ s സ്ക്വയർ മൈനസ് 3s പ്ലസ് 2. ഇത് നമുക്ക് എന്തുവാണ്? നമ്മുടെ സ്വിച്ചിന്റെ മിഡിൽ ടേം വെച്ചിട്ട് അതിനെ ഫാക്ടർ ആക്കാം. ഫാക്ടർ ആക്കുമ്പോൾ കിട്ടുന്നത് ലാപ്ലേസ് ഓഫ് y is equal to 2s സ്ക്വയർ മൈനസ് 3s പ്ലസ് 4. s അതുപോലെ ഇടാം. അടുത്ത s സ്ക്വയർ മൈനസ് 3s പ്ലസ് 2. രണ്ട് നമ്പേഴ്സ് ഇറക്കി ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആവാം, ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2. അപ്പോ മൈനസ് 1 മൈനസ് 2 s മൈനസ് 1 s മൈനസ് 2 ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 2 വരും, ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3 വരും. ഇതാണ് അതിന്റെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. s അതുപോലെ വരും. ഇതിന് ഈ ലാപ്ലേസ് ഓഫ് y ഇപ്പൊ വെറും y കാണുമെങ്കിൽ ലാപ്ലേസ് ഇവിടെ വരുമ്പോ ലാപ്ലേസ് ഇൻവേഴ്സ് 2s സ്ക്വയർ മൈനസ് 3s പ്ലസ് 4 ബൈ x ഇൻറ്റു s മൈനസ് 1 ഇൻറ്റു s മൈനസ്. ഇത് പാർഷ്യലിൽ വേണം നിങ്ങൾ ചെയ്യേണ്ടത്. പാർഷ്യൽ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചു. എന്തുവേണം? ആദ്യം ഇത് എടുത്ത് പാർഷ്യൽ ചെയ്യുക. ബ്രാക്കറ്റിനകത്തുള്ളത് 2s സ്ക്വയർ മൈനസ് 3s പ്ലസ് 4 ബൈ s ഇൻറ്റു s മൈനസ് 1 ഇൻറ്റു s മൈനസ് 2. ഇത് താഴത്തെ പാർഷ്യൽ ചെയ്തപ്പോ എങ്ങനെ വരും? a ബൈ ഫസ്റ്റ് ഇടാം s, b ബൈ s മൈനസ് 1 പ്ലസ് c ബൈ s മൈനസ് 2 s മൈനസ്. ഇനി ഇതേ ടേം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് റൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം ഓരോ ടേംസും. ഇതേ ടേം കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2s സ്ക്വയർ മൈനസ് 3s പ്ലസ് 4 വരും. a ബൈ എസിന്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? s പോയിട്ട് ബാക്കി വരുന്നത് s മൈനസ് 1 ഇൻറ്റു s മൈനസ്. ഓക്കെ, അടുത്ത് ബിയിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വരുന്നത് s മൈനസ് 1 ക്യാൻസൽ ആയിട്ട് എന്ത് വരും? s ഇൻറ്റു s മൈനസ് 2. ലാസ്റ്റ് സിയിലൂടെ s മൈനസ് 2 ആണ് y നടക്കുന്നത്, അത് ക്യാൻസൽ ആയാൽ cs ഇൻറ്റു s മൈനസ് 1. ഇതിൽ നിന്ന് നമുക്ക് a b c കണ്ടുപിടിച്ചിട്ട് വേണം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പിന്നെയാണ് ലാപ്ലേസ് കാണുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം a കണ്ടുപിടിക്കാൻ s ന് ഞാൻ s is equal to 1 കൊടുക്കുന്നു. അപ്പൊ 1 കൊടുത്തപ്പോ 1 മൈനസ് 1 ഈ ടേംസ് 0. ഇവിടെ 1 കൊടുത്തപ്പോ ഈ ടേംസ് 0. ഇവിടെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് 2 ഇൻറ്റു s ന് 1 കൊടുക്കുന്നു. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 2 ഇൻറ്റു 1 2 മൈനസ് 3 ഇൻറ്റു s ന് 1 ആണ്. അപ്പൊ 3 പ്ലസ് 4 ഈക്വൽ ടു ഇതിന് 1 കൊടുക്കപ്പോ 0 വരും. ഇവിടെ പക്ഷെ പോകത്തില്ല. b ഇൻറ്റു s ന് 1 ആണ് ഇൻറ്റു 1 മൈനസ് 2 മൈനസ് 1.
2 minus 3 minus 1, minus 1 plus 4, 3 is equal to minus b, b is equal to minus b കിട്ടി. നെക്സ്റ്റ് എസ്റ്റിന് എന്ത് കൊടുക്കാം? ഒരു 2 കൊടുക്കാം. 2 കൊടുത്ത് ഇപ്പൊ ഇതെന്തോ 0 തന്നെയാണ് വരുന്നത്. ഇവിടെ 0 വരും, പക്ഷെ ഇവിടെ 0 അല്ല വരുന്നത്. 2 കൊടുത്ത് നോക്കി എക്സിന് 2, 2ന്റെ സ്ക്വയർ 4, 4 into 8 മൈനസ് 2 എടുക്കപ്പോ 6 plus 4 equal to ഇത് മാത്രം വരും. എസിന് 2 c into 2 minus 1 1 ആണ്. 8 minus 6 2 plus 4 6 is equal to 2c. c എന്ന് വരും 6 by 2 3 എന്നാ വരും. അപ്പോ c യും ഇവിടെ കിട്ടി 3 എന്ന്. a കിട്ടിയില്ല, b കിട്ടി, c കിട്ടി. ഇനി ബിയും സിയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്ത് എ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഇതിനകത്തുള്ള 1ന് പകരം എന്ത് വേണം? എ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് എക്സിന്റെ പ്ലേസിൽ 1 കൊടുത്ത് നോക്കി, അപ്പൊ 0 ആയി. 2 കൊടുത്തു നോക്കി. ഇവിടെ ആകെ ടേം 1 2 മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും കാറ്റും 1 അങ്ങനെ ഉള്ളൂ. അപ്പൊ ഇനി നെക്സ്റ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇക്വേറ്റിംഗ് എ ആണെങ്കിൽ കണ്ടുപിടിക്കാറുള്ളത് ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. ഇനി ഇവിടെ ഒരു കോൺസ്റ്റന്റ് ബിയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എസിന്റെ കോഎഫിഷ്യന്റ് കൂടി അപ്ലൈ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. 2 കോൺസ്റ്റന്റ് കിട്ടി, ബിയും സിയും കിട്ടി, ഇനി എ കിട്ടിയത് എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ലെഫ്റ്റ് സൈഡിൽ ഏതാണുള്ളത്? എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. റൈറ്റ് സൈഡ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നൊക്കെ പറയും എസിന്റെ എസ് എക്സ് സ്ക്വയർ വരും. എസ് സ്ക്വയറിന്റെ കൂടെ എന്താണ്? എ മൾട്ടിപ്ലൈ എ എസ് സ്ക്വയർ വരും. അപ്പൊ എസ് സ്ക്വയറിന്റെ കോൺസ്റ്റന്റ് അവിടെ എ വരുന്നുണ്ട്, എ വരും. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ എസിന്റെ എസ് സ്ക്വയർ വരുന്നുണ്ട്. എസ് സ്ക്വയർ വരപ്പോ എന്തുവാണ്? കോൺസ്റ്റന്റ് ബി വരും. അടുത്ത് ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തുവാണ്? എസിന്റെ എസ് സ്ക്വയർ ആണ്, അവിടെയും എന്തുവാണ്? കോൺസ്റ്റന്റ് 0. 2 is equal to a അറിയില്ല, b എന്തുവാണ്? -3 a അതുപോലെ എടുക്കുക, b -3 c എന്തുവാണ്? 3 എന്ത് വരും? -3 plus 3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ a is equal to 2 എന്ന് വരും. a കിട്ടി, b കിട്ടി, c കിട്ടി. നമ്മൾ പാർഷ്യലിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്യുക. പാർഷ്യൽ വരുന്നത് എന്തുവാണ്? 2s square minus 3s plus 4 by s into s minus 1 s minus 2 a by a ഇവിടെ 2 by s plus b എന്ന് പറയുന്നത് -3 by s minus c എന്ന് പറയുന്നത് 3 by s minus okay is equal to Laplace inverse കൊടുക്കാം. ക്വസ്റ്റ്യൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ux സ്ക്വയർ മൈനസ് 3s പ്ലസ് 4 ബൈ s into s മൈനസ് 1 into s മൈനസ് 2 ഈക്വൽ ടു 2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ s മാത്രമേ വരുള്ളൂ. -3 പുറത്തെടുക്കാം. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ s മൈനസ് 3 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ s മൈനസ് 2 ആണ്. ഓക്കെ, 2 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s എന്ന് പറയുന്നത് 1 ആണ്. -3 into 1 by s minus a ആയിരുന്നുവെങ്കിൽ എന്താണ്? e raised to at, എയുടെ പ്ലേസിൽ 1 ആണ്, വെറും g വരും. പ്ലസ് 3 into 1 by s minus a എന്ന ഫോമിൽ തന്നെയാണ്. അപ്പൊ e raised to 2. ഇതാണ് 2 into 1 2 -3 e raised to t plus 3 e raised to 2. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് കഴിയുന്നത്. 7 മാർക്സിനാണ് ചോദിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം എന്തുവാണ്? പാർഷ്യലിലോട്ട് പോയിട്ട് എ ബി സി കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താണ്? പാർഷ്യൽ ലാപ്ലേസ് ഇൻവേഴ്സ് ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് വേണം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. യൂസിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം സോൾവ് y dash plus 5y dash plus 6y is equal to e raised to -2t. നേരത്തെ ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു 4, ഈ ക്വസ്റ്റ്യനിൽ e raised to -2t. Given that y of 0 വന്നിട്ടുണ്ട്, y dash of 0 equal to 1. രണ്ടും എന്തുവാണ്? 1 ആണ്. y of 0 ആയാലും y dash of 0 ആയാലും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതുക y double dash plus 5y dash
plus 6y is equal to e raised to minus 2. ലാപ്ലേസ് കൊടുക്കുക. അപ്പൊ ഓരോന്നിനും കൊടുക്കണം. ലാപ്ലേസ് ഓഫ് y ഡബിൾ ഡാഷ് കൊടുക്കണം. 5 കോൺസ്റ്റന്റ് ലാപ്ലേസ് ഓഫ് y ഡാഷ് കൊടുക്കണം. 6 into ലാപ്ലേസ് ഓഫ് y is equal to ലാപ്ലേസ് ഓഫ് e raised to minus 2. ലാപ്ലേസ് ഓഫ് y ഡബിൾ ഡാഷിന്റെ ഫോർമുല നമുക്കറിയാവുന്നതാണ് s സ്ക്വയർ ലാപ്ലേസ് ഓഫ് y. കുറച്ച് മുന്നേ ചെയ്ത് ഫോർമുല എഴുതി. അടുത്ത് എസ് വൈ ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0. ഇതാണ് ലാപ്ലേസ് ഓഫ് y ഡബിൾ ഡാഷ് എസ് സ്ക്വയർ എൽ ഓഫ് y മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0 പ്ലസ് 5 ലാപ്ലേസ് ഓഫ് y എന്ന് പറയുമ്പോൾ എസ് എൽ ഓഫ് ലാപ്ലേസ് ഓഫ് y ഡാഷിന് പോലെ കൊടുക്കുന്നത് എസ് എൽ ഓഫ് y മൈനസ് y ഓഫ് 0. 5 constant Laplace of y dash is L of y minus y of 0 plus Laplace of y ന് പ്രത്യേക ഫോർമുല ഒന്നുമില്ല. 6 Laplace of y is equal to Laplace of e raised to minus 2t. e raised to 8 ആയിരുന്നെങ്കിൽ 1 by s minus a. അല്ലെങ്കിൽ e raised to minus 2t അപ്പോൾ 1 by s minus minus 2 അപ്പോൾ plus 2 1 by s plus 3. ഓക്കെ. ഇനി എല്ലാത്തിനും ലാപ്ലേസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലാപ്ലേസ് ഓഫ് y ഞാൻ പുറത്തെടുക്കുകയാണ്. ലാപ്ലേസ് ഓഫ് y എടുത്തു കഴിഞ്ഞാൽ ഇവിടെ s സ്ക്വയർ മാത്രം വരും. ഇനി അടുത്ത ലാപ്ലേസ് ഓഫ് y ഇതായിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 5s എൽ ഓഫ് y എന്നാണ്. എൽ ഓഫ് y എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് പ്ലസ് 5s. അടുത്തൊരു എൽ ഓഫ് y വരുന്നത് പ്ലസ് 6. ഓക്കെ. ബാക്കി വരുന്ന ടേംസ് എന്ന് പറയുന്നത് മൈനസ് എസ് ഫൈ ഓഫ് 0 y ഓഫ് 0 1 ആണ്. അപ്പൊ എസ് ഇൻറ്റു 1 എസ് മൈനസ് y ഡാഷ് ഓഫ് 0 എന്തുവാണ് 1 ആണ് 1. ബാക്കി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് 5 ഇൻറ്റു y ഓഫ് 0 y ഓഫ് 0 1 ആണ്. അപ്പൊ 5 ഇൻറ്റു 1. ഓക്കെ. മൈനസ് ഇതെല്ലാം കോമൺ എടുത്ത് ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് 2. എൽ ഓഫ് y s square plus 5s plus 6 minus s minus 1 minus 5 minus 6 is equal to 1 by s plus 2. Laplace of y is equal to y into s square plus 5s plus 6 equal to 1 by s plus 2 minus s plus s minus 6 എന്നായി മാറും plus 6. ഇനി ഇവിടെ എസ് എടുക്കാം. എസ് പ്ലസ് 2 ആണ് എൽസിഎം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് 6 ഇൻറ്റു എസ് പ്ലസ് 2. ഓക്കെ. ലാപ്ലേസ് ഓഫ് y ഈക്വൽ ടു നെക്സ്റ്റ് വേണ്ടത് ലാപ്ലേസ് ഓഫ് y ഈക്വൽ ടു ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1 എസ് ഇൻറ്റു എസ് എസ് സ്ക്വയർ പ്ലസ് 2s 6s പ്ലസ് 12 y s plus 2 ഓൾറെഡി ഉണ്ട്. ഈ ടേംസ് നേരെ താഴെ വരുമ്പോൾ എന്തായി മാറും s സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6. ഇത് ഫാക്ടറൈസേഷൻ ചെയ്ത് നിങ്ങളെ കണ്ടുപിടിക്കണം. Laplace of y is equal to s square terms first എഴുതുക. 6x 2s 8s plus 12 plus 1 13 by s plus 2. ഇത് ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് 2 നമ്പേഴ്സ് ഇറക്കിയ മൾട്ടിപ്ലൈ ഫോർ 6 ആഡ് ചെയ്യുമ്പോൾ 5 മൾട്ടിപ്ലൈ ഫോർ 6 അപ്പൊ 3 2 മൾട്ടിപ്ലൈ ഫോർ 6 വരുന്നു ആഡ് ചെയ്യുമ്പോൾ 5 വരുന്നു. അപ്പൊ എങ്ങനെ എഴുതാം s plus 3 into s plus 2. Okay. Laplace of y is equal to s square plus 8s plus 13. s plus 2 രണ്ടെണ്ണം ഉണ്ട്. s plus 3 into s plus 2 the whole square. രണ്ട് ദിവസം. ഇനി വെറും y equal to എന്ത് വരും ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s square plus 8s plus 13 by s plus 3 into s plus 2 the whole square. ഇതെന്തായി മാറി നേരത്തെ പോലെ ഇതിനടുത്ത് എന്ത് ചെയ്യണം പാർഷ്യലി ചെയ്യണം.
പാർഷ്യൽ ചെയ്യാൻ ഫംഗ്ഷൻ എടുക്കുകയാണ് 8s plus 30 by s plus 3 into s plus 2 the whole square. ഇതെങ്ങനെ എഴുതാം? a by s plus 3 പ്ലസ് ഇവിടെ ഈ ടേംസിന്റെ സ്ക്വയർ ആണ്. സിംഗിൾ ആയിട്ട് ആദ്യം എഴുതാം. ആദ്യം b by s plus 2, നെക്സ്റ്റ് ആണ് c by s plus 2 ന്റെ സ്ക്വയർ എഴുതണം. ഇനി ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് സൈഡ് വരും s സ്ക്വയർ പ്ലസ് 8s plus 30. റൈറ്റ് സൈഡില് ഈ ടേമിന്റെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് s plus 3 ക്യാൻസൽ ആയിട്ട് a into s plus 2 the whole square. അടുത്ത b into s plus 2, ഒരു s plus 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ s plus 3 into s plus c into s plus 2 the whole square ക്യാൻസൽ ചെയ്ത് വരും s plus. ഞാൻ എക്സിന് ആദ്യം പ്ലസ് 2 കൊടുക്കുന്നുണ്ട്, -2 കൊടുക്കും. -2 കൊടുക്കപ്പോ ഇതങ്ങ് എന്തുവായി മാർക്ക് 0. ഇവിടെയും എന്തുവാണ് -2 0. ബാക്കി ഈ ടേം മാത്രമേ ഉള്ളൂ. s സ്ക്വയർ എന്തുവാണ് -2 സ്ക്വയർ പ്ലസ് 8 into എസിന് -2 പ്ലസ് 30 ഈക്വൽ ടു 0 0. ബാക്കി എന്താവും? c into -2 പ്ലസ് 2. ഓക്കെ, -2 പ്ലസ് -2 സ്ക്വയർ 4, 8 into 2 -60 plus 30 equal to 1 into -2 plus 3 1 ആണ്, 1 into c. -16 plus 30 minus 3y -3 plus 4 എന്തുവാണ്? 1 equal to c ആണ്. c എന്ത് 1 ആണ്. നെക്സ്റ്റ് എന്ത് കൊടുക്കാം? നെക്സ്റ്റ് നമുക്ക് ഒരു പ്ലസ് 3 കിടപ്പുണ്ട്, -3 കൊടുക്കാം. s equal to -3, ലെഫ്റ്റ് സൈഡ് -3 the whole square 8 into -3 plus 30 equal to ഇവിടെ എന്തുവാണ്? -3. ഇവിടെ നോക്കിയാൽ -3 കൊടുത്തപ്പോ ഇത് 0, ഇത് 0 ആവില്ല. ഇവിടെ എന്തുവായിരിക്കും? 0. അപ്പൊ എന്തുവരും? a into -3 plus 2 the whole square. -3 ന്റെ സ്ക്വയർ 9 -24 plus 30. -1 ആണ് വരുന്നത്. -1 ന്റെ സ്ക്വയർ +1 ആണ്. 24 30 സെപ്പറേറ്റ് ചെയ്ത് 24 13 1 ബാലൻസ് വരും 11 വരും. 11 -11 ആണ് വരുന്നത്. -11 plus 9 എന്ത് വരും? -a is equal to -3. എയോ കിട്ടി, a കിട്ടി, b കിട്ടി. ഇനി വേറെ ഒരു നമ്പർ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റിംഗ് എന്തുവാണ്? കോഎഫിഷ്യന്റ് ഓഫ് s സ്ക്വയർ. s സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അപ്ലൈ ചെയ്യാം. s സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ലെഫ്റ്റ് സൈഡ് s സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. റൈറ്റ് സൈഡ് s സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒരു a ഉണ്ട്. ഇവിടെ എന്തുകൊണ്ട്? s സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് b ഉണ്ട്. 1 equal to c. ഇവിടെ s സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇല്ല. 1 equal to a നമ്മള് കണ്ടു, -2 plus b. So b is equal to -2 plus 1 plus 2 3 വരും. അപ്പൊ b a കിട്ടി, b കിട്ടി, c കിട്ടി. ഇതിലങ്ങ് അപ്ലൈ ചെയ്ത് വെക്കേ. എന്തുവാണ്? s square plus 8s plus 30 equal to a by s square plus 8s plus 30 by s plus 3 into s plus 2 the whole square equal to a by a എന്ന് പറയുന്നത് -2 by s plus 3. അടുത്ത b എന്തുവാണ്? 3 by എന്തുവാണ്? s plus 2. അടുത്ത c എന്ന് പറയുന്നത് 1 ആണ്, 1 by s plus 2 the whole square. ഓക്കെ, s സ്ക്വയർ പ്ലസ് ഇനി നമുക്ക് ഇതിന് ലാപ്ലേസ് ഇൻവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s സ്ക്വയർ പ്ലസ് 8s plus 30 by s plus 3 into s plus 2 the whole square equal to -2 into ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് ടേം s plus അടുത്ത് 3 into ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s plus എന്തുവാണ്? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s plus 2 the whole square. ഇതിന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എടുത്താൽ മതി.
എടുക്കപ്പോ -2 1/s minus a ആണെങ്കിൽ e raised to 8t +3 ആക്കുമ്പോൾ e raised to -3 plus 3 into Laplace inverse of e raised to -2. ഇനി ലാസ്റ്റ് വൺ ശ്രദ്ധിക്കാം 1/s+2 എന്നാണ് s+2 ന്റെ സ്ക്വയർ. അപ്പൊ ആദ്യം എന്തുവാണ് e raised to 8 എന്ന ഫോമിൽ എഴുതണം. e raised to a യുടെ പ്ലേസിൽ -2t കഴിഞ്ഞില്ല. അടുത്ത എന്തുവാണ് s സ്ക്വയറിൻ്റെത് എന്തുവാണെന്ന് വെച്ചാൽ എന്തുവാണ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s സ്ക്വയർ എന്ന് നോക്കുക. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s സ്ക്വയറിന്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് t ആണ്. ഓക്കെ, ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s സ്ക്വയറിന്റെ സെപ്പറേറ്റ് എടുക്കണം. ഇത് മാത്രം ശ്രദ്ധിക്കാം. s+2 e raised to 8 പോകും. അതിന് s സ്ക്വയറിന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ആണ് എടുക്കുന്നത്. ഫൈനൽ ആൻസർ -2 e raised to -3t plus 3 e raised to -2t എന്തുവാണ് t e raised to -3. അതാണ് ഫൈനൽ ആൻസർ വരുന്നത്. നെക്സ്റ്റ് മോഡ്യൂളിൽ വരുന്നത് വലിയ ടോപ്പിക് ആണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്തുവാണെന്ന് ആദ്യം പോകുന്നത് നോക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് a of u t minus a എന്ന ഫോമിലാണ് വരുന്നതെങ്കിൽ e raised to -as/s. ഇനി പ്രോബ്ലം ചെയ്തത് നമുക്ക് കൂടുതലും സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അതാണ് വരുന്നത്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ലാപ്ലേസ് ഓഫ് f of t minus a u t minus a എന്ന ഫോമിൽ വേണം വരുന്നത്. അതായത് യുവിന്റെ കൂടെ വരുന്ന ബ്രാക്കറ്റിനകത്ത് വരുന്ന ഈ t minus a എന്ന ഫോമിൽ ചിലപ്പോൾ 1 ആണെങ്കിൽ t minus 1 അതേ ടേം തന്നെ എച്ചിന്റെ കൂടെയും ഉണ്ടായിരിക്കണം. ഇല്ലായെങ്കിൽ നമ്മൾ അത് അങ്ങനെ കറക്റ്റ് ചെയ്ത് ആക്കി മാറ്റണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. e raised to -as ലാപ്ലേസ് ഓഫ് ഏതാണോ ആദ്യം കിടക്കുന്ന ഫംഗ്ഷൻ f of t t ആണ് കിടക്കുന്നതെങ്കിൽ f of t ആയിരിക്കും എന്തുവാണ് നമ്മുടെ ഫംഗ്ഷൻ. t സ്ക്വയർ ആയിരുന്നെങ്കിൽ ആ പ്ലേസിൽ f of t യുടെ പ്ലേസിൽ t സ്ക്വയർ ആയിരിക്കും. ഏതാണോ അത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബ്രാക്കറ്റിൽ വരുന്നത് ഇവിടെ ബ്രാക്കറ്റിൽ വരുന്ന ടേംസ് സെയിം ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t minus 1 the whole square u t minus 1. അപ്പൊ നമുക്ക് എന്തുവാണ് ആദ്യം നമ്മുടെ ഫോർമുല അറിയാം. ഫോർമുല എഴുതാം. ലാപ്ലേസ് ഓഫ് f of t minus a u into t minus a equal to എന്തായിരിക്കും പറയുന്നത് e raised to -as l of f of t. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ലാപ്ലേസിലോട്ട് മാറ്റുന്നു. t minus 1 the whole square u into t minus 1. ഞാൻ പറഞ്ഞു ഈ ബ്രാക്കറ്റിൽ വരുന്ന രണ്ട് സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫോമിൽ എഴുതാൻ പറ്റും. ഈ ക്വസ്റ്റ്യന്റെ രണ്ട് സെയിം ആണ്. ഇത് എങ്ങനെ എഴുതാം? e raised to -a യുടെ പ്ലേസിൽ എന്താണ് കിടക്കുന്നത് 1 ആണ് കിടക്കുന്നത്. അപ്പം e raised to -s ലാപ്ലേസ് ഓഫ് f of t. നമ്മുടെ ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. ഇവിടെ t യിലാണ്, പക്ഷെ ഇവിടെ ഹൈയസ്റ്റ് എന്താണ് t സ്ക്വയർ. അപ്പൊ ഹൈയസ്റ്റ് പവർ ഏതാണോ അതാണ് എടുക്കേണ്ടത്. t സ്ക്വയർ ആണ് ഇവിടെ ഹൈയസ്റ്റ് പവർ. അപ്പൊ എങ്ങനെ എഴുതും? e raised to -s ലാപ്ലേസ് ഓഫ് എന്തെന്ന് എഴുതും t സ്ക്വയർ. t raised to n ആയിരുന്നെങ്കിൽ എന്തുവാണ് n factorial by s raised to n plus 1. ഓക്കെ, അപ്പൊ t സ്ക്വയർ ആക്കുന്നതായിരിക്കും e raised to -s 2 factorial by s raised to 2 plus 1. ആൻസർ e raised to അതായത് 2 factorial 2 ആണ് 2 e raised to -s by s cube. ഇതാണ് ആൻസർ. കുഞ്ഞൊരു ടോപ്പിക് ആണ്. ഈ ഒരു ഫോമിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം എന്നുള്ള ഇതിലാണ്. ഇനി ഈ ഒരു ഫോം അല്ലെങ്കിൽ അതിലോട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t സ്ക്വയർ u t minus 1. നമ്മുടെ ഫോർമുല എഴുതി ഇത് ക്വസ്റ്റ്യന്റെ ലാപ്ലേസ് കൊടുക്കാം. t സ്ക്വയർ u t minus 1. ഞാൻ എന്തുവാണ് പറഞ്ഞത്? ഇവിടെ എന്താണോ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് അത് ഇവിടെ പറഞ്ഞു. പക്ഷെ അവിടെ വെറും t സ്ക്വയർ ആണ് കിടക്കുന്നത്. t minus a എന്ന ഫോർമുല ആയിട്ടില്ല. അപ്പൊ ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെ ആ ഫോർമുലയോട്ട് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് t സ്ക്വയർ എന്ന പ്ലേസിൽ ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് t minus 1 plus 1 നമ്പേഴ്സ് കൊടുക്കുന്നു. പക്ഷെ ചേഞ്ച് വരുന്നില്ല വാല്യൂസിന്. t minus 1 plus 1 the whole square u t minus 1 ബാക്കി അതുപോലെ എഴുതാം u t minus 1. അപ്പൊ t സ്ക്വയറിന്റെ പ്ലേസിൽ t minus 1 ഇവിടെ ആയതുകൊണ്ട് t minus 1 പേരാക്കുന്ന രീതിയിൽ വരും. ഇത് ഒരു ടേമായിട്ട് നമ്മൾ എഴുതാം. അപ്പൊ എന്തുവാണെങ്കിൽ a plus b എന്ന ഫോമിലാണ്. അപ്പൊ എന്താണ് വരുന്നത്? a സ്ക്വയർ t minus 1 the whole square plus 2ab 2 into t
t minus 1 into 1. Okay, 2 into a b എന്ന് പറയുമ്പോൾ a ഇത് b ഇത് plus b square എന്ന് പറയുമ്പോൾ 1 square 1 ആണ്. പുറത്ത് u into t minus 1 എന്നാണ് വരുന്നത്. ഈ ഓരോ ടേമിനും ഇത് ബാധകമാണ്. നമുക്കപ്പോ ലാപ്ലേസ് കൊടുത്ത് ചെയ്ത് നോക്കാം. ടി സ്ക്വയർ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുന്നു യു ടി മൈനസ് 1 ഇപ്പൊ എങ്ങനെ ചേഞ്ച് ആയി? ലാപ്ലേസ് ഓഫ് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ടു ടി മൈനസ് 1 പ്ലസ് 1 യു ടി മൈനസ് 1. ഓരോന്നിനും ലാപ്ലേസ് കൊടുത്ത് പുറത്തെടുക്കുന്നു. ലാപ്ലേസ് ഓഫ് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ടി മൈനസ് 1. ഫസ്റ്റ് അതാണ്. അടുത്ത് ലാപ്ലേസ് ഓഫ് 2 കോൺസ്റ്റന്റാണെന്ന് പുറത്തെടുക്കാം, കുഴപ്പമില്ല. ടി മൈനസ് 1 യു ടി മൈനസ് 1. ഓക്കെ, പ്ലസ് ലാസ്റ്റ് 1 ഇൻറ്റു ലാപ്ലേസ് ഓഫ് യു ടി മൈനസ് 1. ഓക്കെ, ഇത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ടി മൈനസ് 1 ഹോൾ സ്ക്വയർ യു ടി മൈനസ് 1 എന്തുവാണ്? ലാപ്ലേസ് ഓഫ് സെയിം ഇതിലാണ് കിടക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് ഫോമിലോട്ടാക്കാം? ഇ റേസ് ടു മൈനസ് എ എസ്. ഇ റേസ് ടു മൈനസ് എ എസ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എയുടെ പ്ലേസിൽ 1 ആണ്. എന്തുവാണ്? മൈനസ് എസ്. ലാപ്ലേസ് ഓഫ് എന്തുവാണ്? എഫ് ഓഫ് ടി. ഇവിടുത്തെ ഫംഗ്ഷൻ എന്തുവാണ്? ടി സ്ക്വയർ. ഓക്കെ, പ്ലസ് 2 കോൺസ്റ്റന്റ് ലാപ്ലേസ് ഓഫ് ഇതേ ഫോമിലാണ് കിടക്കുന്നത്. ടി മൈനസ് എ യു ടി മൈനസ് എ. അപ്പൊ എന്തുവാണ്? ഇ റേസ് ടു മൈനസ് എ എസ്. ഇവിടെ എന്തുവാണ്? എയുടെ പ്ലേസിൽ 1 ആണ്. അപ്പൊ മൈനസ് എസ് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി. ഇവിടെ വെറും ടി ആണ്. ഇവിടെ ഫംഗ്ഷൻ ടി സ്ക്വയർ ആയിരുന്നു, ഇവിടെ വെറും ടി ആണ്. ഓക്കെ, ഇപ്പൊ ലാപ്ലേസ് ഓഫ് ടി. ഫൈനൽ ലാപ്ലേസ് ഓഫ് യു ടി മൈനസ് 1. കണ്ടോ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ലാപ്ലേസ് ഓഫ് യു ടി മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എ എസ്. ഇ റേസ് ടു മൈനസ് എയുടെ പ്ലേസിൽ 1 ആണ്. എസ് ബൈ എസ് ആ ഫോമിലാണ് എഴുതേണ്ടത്. ഇ റേസ് ടു എസ് ലാപ്ലേസ് ഓഫ് ടി റേസ് ടു എന്ന് നമ്മൾ എഴുതി എന്തുവാണ്? എൻ ഫാക്ടോറിയൽ ബൈ എന്തുവാണ്? എസ് റേസ് ടു എൻ പ്ലസ് 1 2 പ്ലസ് 1 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്. ലാപ്ലേസ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ബൈ എസ് സ്ക്വയർ. ലാസ്റ്റ് വൺ ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ്. ഇ റേസ് ടു എസ് അല്ലെങ്കിൽ 2 ഫാക്ടോറിയൽ എന്തുവാണ്? 2 ആണ്. 2 ഇ റേസ് ടു എസ് ബൈ എസ് ക്യൂബ്. 2 ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് സ്ക്വയർ. ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ്. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് കുഞ്ഞൊരു ടോപ്പിക്കാണ് ഡിറാക് ഡെൽറ്റ ഫോം എന്ന് പറയും. ഡിറാക് ഡെൽറ്റ ഫോം അതിന്റെ കുറച്ച് നോട്ട്സ് 4 നോട്ട്സ് ഉണ്ട്. അതായത് 4 ടൈപ്പിൽ വന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ബാക്കി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആ ഫോമിലാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. പക്ഷെ ആ ഒരു എഫ് ഓഫ് ടി എഴുതുന്ന മെത്തേഡിന് വേണ്ടിയിട്ടാണ് ഈ 4 നോട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഫസ്റ്റ് നോട്ട് നോക്കാം. എഫ് ഓഫ് ടി അതായത് ജി ഓഫ് ടി എന്ന് പറയുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. തിരിച്ചു നോക്കുക. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയും ടി ലെസ് ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല ലെസ് ദാൻ എയും ആയിക്കഴിഞ്ഞാൽ 0 ആണ്. ജി ഓഫ് ടി വരുന്നെങ്കിൽ എന്താണ്? ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ വരുവാണെങ്കിൽ ജി ഓഫ് ടി ആയിരിക്കും. ലെസ് ദാൻ എ വരുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതുന്നത്. ക്വസ്റ്റ്യൻ വരുന്നുവെങ്കിൽ നിങ്ങൾ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷനിലോട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പിന്നെ ചെയ്യണം. എഫ് ഓഫ് ടി എഴുതേണ്ടത് ജി ഓഫ് ടി. ഇതിലെ ആദ്യത്തെ ഏത് ടേമാണ് കിടക്കുന്നത്? അത് ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് ഇക്കാൻ വരുന്ന ലിമിറ്റ് ആയി. ഓക്കെ, നോട്ട് 2 എന്ന് പറയുന്നത് ജി ഓഫ് ടി തന്നെയാണ്. പക്ഷെ കണ്ടോ ലിമിറ്റ് ചേഞ്ച് ഉണ്ട്. എ ലെസ് ദാൻ ടി ലെസ് ദാൻ ബി ആയിരിക്കും. 0 ആണെങ്കിൽ എന്തായിരിക്കും? ബാക്കി എല്ലാ കേസും അതർവൈസ് ഏത് കേസായാലും ബാക്കി 0 ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ എഫ് ഓഫ് ടി ഇസിക്കത്ത് ജി ഓഫ് ടി ഇൻറ്റു യു ഇൻറ്റു ടി മൈനസ് എ മൈനസ് 2 ഇൻറ്റു ടി മൈനസ് ബി. 2 ഇന്റർവെൽ ഉള്ളതുകൊണ്ടാണ് ടി മൈനസ് എയും ടി മൈനസ് ബിയും വന്നത്. നോട്ട് 3 എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ഈ 2 കേസിലുള്ളൂ. അടുത്ത് 2 ഫംഗ്ഷൻ ഉണ്ട്. G1 ടി എപ്പോഴാണ് ടി ലെസ് ദാൻ എ ആയിരിക്കുമ്പോൾ G1 ടിയും ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ വരുവാണെങ്കിൽ G2 ടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? G1 ടി പ്ലസ് G2 ടി മൈനസ് G1 ടി ഇൻറ്റു യു ടി മൈനസ്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ പോലെ തന്നെയാണ് യു ഇൻറ്റു ടി മൈനസ് എ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ് വരുന്നത്. നോട്ട് 4 വരുന്നത് 3 ഫംഗ്ഷൻ വരുന്നെങ്കിൽ G1 ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും.
ജി ടു ടി എന്താണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് 3 പോയിന്റ് ആണ് 0 എ ബി അങ്ങനെ കട്ട് ചെയ്താണ്. അടുത്ത് ലാസ്റ്റ് വൺ ജി ടു ടി എന്തുവാണ് ബി എന്തുമായിരിക്കും ടി ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. ബി യെ കാട്ടി കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് ഈ രണ്ട് ഫംഗ്ഷന്റെ എന്തുവാണ് ഡിഫറൻസ് ജി ടു ടി മൈനസ് ജി വൺ ടി ക്യൂ ടി മൈനസ് എ. നെക്സ്റ്റ് എന്തുവാണ് ജി ത്രീ ടി മൈനസ് ജി ടു ടി ക്യൂ ടി മൈനസ് ആ പോയിന്റ് രണ്ട് വരുന്ന പോയിന്റ് എന്തുവാണ് കോമൺ പി. അതാണ് ഫോം. ഈ 4 ഫോമും നിങ്ങൾ പഠിച്ചിരുന്നാല് ക്വസ്റ്റ്യൻ കിട്ടപ്പോ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എക്സ്പ്രസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്തിട്ട് ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ബാക്കി എന്തുവാണ് നിങ്ങൾ യൂണിറ്റ് സ്റ്റെപ്പ് എങ്ങനെയാണോ ചെയ്തത് ആ രീതിയിലാണ് ചെയ്തത്. ആദ്യം നമ്മൾ ഈ ഫംഗ്ഷൻ എന്തുവാണെന്ന് എഫ് ഓഫ് ടി എന്തുവാണെന്ന് എഴുതാം. ഇത് നമ്മൾ പഠിച്ച ഏത് ഫോമിൽ ഇരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഫോമിലെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ലെസ് ദാൻ 3 കേട്ടോ. ഫസ്റ്റ് ഫോം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടി എങ്ങനെയാണ്? ആദ്യം എഫ് ഓഫ് ടി എഴുതും. എന്തുവാണ് പറയേണ്ടത്? ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി എന്ന് പറയുന്നത് എന്തുവാണ്? ജി ഓഫ് ടി ഇൻറ്റു ഞാൻ ഫോമിൽ എഴുതാണ് യു ടി മൈനസ് ടി. ജി ഓഫ് ടി ഇവിടെ ടി ആണ്. യു ഇൻറ്റു ടി മൈനസ് എയുടെ പ്ലേസ് എന്തുവാണ്? 3 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എഫ് ഓഫ് ടി. ഇതിൽ പറയുന്നത് എന്തുവാണ്? അത് കഴിഞ്ഞ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിൽ വേണം ചെയ്യേണ്ടത്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഫോർമുല തൊട്ട് മുന്നേ നമ്മൾ ചെയ്യുന്നതാണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഫോർമുല എന്താണ്? ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ടി മൈനസ് എ അല്ലെ. ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ടി മൈനസ് എന്ന് വരുവാണെങ്കിൽ എന്തെന്ന് എഴുതാം? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ടി മൈനസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി. ഇവിടെ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഇതാണ് നമ്മുടെ എഫ് ഓഫ് ടി. അതിന് ഞാൻ കൊടുക്കുകയാണ് ലാപ്ലേസ് ഓഫ് ടി യു ടി മൈനസ് 3 ഈക്വൽ ടു ഇതേ ഫോമിൽ വന്നിട്ടുള്ളൂ. നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പഠിച്ചപ്പോ എന്താണ് പറഞ്ഞത്? പിന്നെ ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. ഇവിടെ എന്ത് വരുന്നു അത് തന്നെ ഇവിടെയും വരണം. അപ്പൊ ആദ്യം നമുക്ക് അതിന് ആ രീതിയിൽ ചേഞ്ച് ചെയ്യാം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്തോ -1 +1 ഇല്ല. ഈ ക്വസ്റ്റ്യനെയും നമ്മൾ അതേപോലെ -1 +1 അല്ല, ഇവിടെ ഏതാണ് വന്നിരിക്കുന്നത്? മൈനസ് കഴിഞ്ഞ് 3 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് വേണം നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ടി മൈനസ് 3 പ്ലസ് 3 ഓക്കെ യു ടി മൈനസ് 3. ഇപ്പൊ ഇത് ഒരു ടേം ആക്കാം, ഇത് സെക്കൻഡ് ടേം ആണ്. ഓരോന്നിനെയും നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടി മൈനസ് 3 ഇൻറ്റു യു ടി മൈനസ് 3. ഓക്കെ, അടുത്തെന്തുവാണ്? പ്ലസ് 3 യു ടി മൈനസ്. ഇനി ലാപ്ലേസ് നമുക്ക് കൊടുക്കാം. ലാപ്ലേസ് ഓഫ് ഈ ഫംഗ്ഷൻ ആണ് 2u ടി മൈനസ് 3 എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ലാപ്ലേസ് എടുത്തേക്ക് ലാപ്ലേസ് ഓഫ് ടി മൈനസ് 3 യു ടി മൈനസ് 3 പ്ലസ് 3 കോൺസ്റ്റന്റ് ലാപ്ലേസ് ഓഫ് യു ടി മൈനസ് 3. ഓക്കെ, ലാപ്ലേസ് ഓഫ് ഈ ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ എന്തുവാണ്? ഇ റേസ് ടു മൈനസ് എന്തുവാണ്? എയുടെ പ്ലേസ് എന്തുവാണ്? 3 ആണ്. 3s ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി. ഇവിടെ എന്താണ്? ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്. പ്ലസ് 3 ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരുന്നു. ലാപ്ലേസ് ഓഫ് എന്താണ്? യു ടി മൈനസ് 3 ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് ആയിരുന്നു. എയുടെ പ്ലേസിൽ 3s ബൈ എസ്. ലാപ്ലേസ് ഓഫ് ടി നമുക്കറിയാം എന്തുവാണ്? എസ് സ്ക്വയർ ആണ്. ഇനി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 3 ഇ റേസ് ടു മൈനസ് 3s ബൈ എസ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് സ്ക്വയർ പ്ലസ് 3 ഇ റേസ് ടു മൈനസ് 3s ബൈ എസ്. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എഫ് ഓഫ് ടി ടി സ്ക്വയർ 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ബി. 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ബി ഇവിടെയാണ് കിടക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ ഇതിനകത്ത് എന്തുവാണ്? 0 ആണ്. അതർവൈസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇത് സെക്കൻഡ് ഇതിന് വരുന്നോട്ട്. പക്ഷെ ഈ ടി ഗ്രേറ്റർ ദാൻ 2 വരുന്നത് ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ഈ ആദ്യത്തെ ടേമാണ് വരുന്നത്. ഇത് എന്തുവാണ്? ഫസ്റ്റ് നോട്ടുമായിരിക്കും വരുന്നത്. സെക്കൻഡ് നോട്ടിലുള്ളതും അങ്ങനെ 2 ഇതായിട്ട് നമുക്ക് വരാറുണ്ട്. ഈ 2 എന്തുവാണ്? എഫ് ഓഫ് ടി എഴുതണം. ആദ്യത്തെ നമുക്ക് ഏതാണ്? എഫ് ഓഫ് ടി എന്ന് വരുന്നത്. ആദ്യത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഫസ്റ്റിന്റെ എഫ് ഓഫ് ടി
ആണ് പറയുന്നത്. എഫ് ഓഫ് ടി എന്തുവായിരുന്നു? ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടിയുടെ പ്ലേസിൽ ടി സ്ക്വയർ ഇൻറ്റു എന്തുവാണ്? യു ടി മൈനസ് എ, ടി മൈനസ് യു ഇൻറ്റു ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് യു ടി മൈനസ് 2. ഓക്കെ, ഫസ്റ്റ് ഇത് അതാണ്. സെക്കൻഡ് ഇത് നമുക്ക് ഇതിന്റെ എഫ് ഓഫ് ടി ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇത് ഫസ്റ്റിൻ്റെത്, ഇത് സെക്കൻഡിൻ്റെത്. എഫ് ഓഫ് ടി എന്തുവാണ്? ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി എന്തുവാണ്? ഇത് രണ്ട് ഫംഗ്ഷൻ അല്ലേ, ജി ഓഫ് ടി. രണ്ടാമത്തെ ജി ഓഫ് ടി വേണം എടുക്കേണ്ടത്. രണ്ടാമത്തെ കേസിലാണ് ഈ ജി ഓഫ് ടി 4t ഇൻറ്റു യു ഇൻറ്റു ടി മൈനസ് എ, യു ഇൻറ്റു ഇവിടത്തെ എ എന്ന് പറഞ്ഞാൽ 2 ടി മൈനസ് 2 ആണ്. ഇത് രണ്ടും ഒരുമിച്ച് എഴുതുന്നതാണ് നമ്മൾ എന്തുവാണ്? എഫ് ഓഫ് ടി ടി സ്ക്വയർ യു ടി മൈനസ് 1 മൈനസ് യു ടി മൈനസ് 2. ഓക്കെ, പ്ലസ് ഇത് 4 ടി യു ടി മൈനസ്. ഓക്കെ, ഇതാണ് നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഇതിനെ നമ്മള് എന്തുവാണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലോട്ട് മാറ്റണം. ആദ്യം നമുക്ക് ഇതിനൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ യു ടി മൈനസ് 1. ഓക്കെ, മൈനസ് ടി സ്ക്വയർ യു ടി മൈനസ് 2. അടുത്ത 4 ടി യു ടി മൈനസ് 2. ഇനി ഓരോന്നിനെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്താണ് നമ്മുടെ ഫോർമുലയിലോട്ട് ആക്കണം. നമ്മുടെ ഫോർമുല എന്താണ്? യൂണിറ്റ് ഫംഗ്ഷന്റെ ഫോർമുല ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ടി മൈനസ് എ ഫിസിക്കൽ എന്താണ്? റേസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് ടി ആണെന്ന് ഓർക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ യൂണിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഓരോന്നും എടുക്കാം. ലാപ്ലേസ് ഓഫ് എന്തുവാണ്? എഫ് ഓഫ് ടി. ഓരോന്നും ലാപ്ലേസ് എടുത്ത ലാപ്ലേസ് ഓഫ് ടി സ്ക്വയർ യു ടി മൈനസ് 1 മൈനസ് ലാപ്ലേസ് ഓഫ് ടി സ്ക്വയർ യു ടി മൈനസ് 2. 4 ഇൻറ്റു ലാപ്ലേസ് ഓഫ് എന്തുവാണ്? ടി ഇൻ ടി മൈനസ് 2. ഓക്കെ, ഇനി നമുക്ക് ആ ഫോമിലോട്ട് ടി മൈനസ് 1 വരുന്നെങ്കിൽ എല്ലാം ടി മൈനസ് 1 ആയിരുന്നു. ഇതാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. ലാപ്ലേസ് ഓഫ് ടി മൈനസ് 1 ഇവിടെ വരുവാണെങ്കിൽ എന്തുവാണെങ്കിലും പറയുന്നത് ടി മൈനസ് 1 തന്നെയാണ് വരുന്നത് അല്ലെ. ടി മൈനസ് 1 തന്നെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ടി മൈനസ് 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ യു ടി മൈനസ് 1. ഓക്കെ, നെക്സ്റ്റ് ലാപ്ലേസ് ഓഫ് ടി മൈനസ് 2 ആണ് കിടക്കുന്നത്. അപ്പൊ എന്തൊരു? മൈനസ് 2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ യു ടി മൈനസ് 1 പ്ലസ് 4 ലാപ്ലേസ് ഓഫ് ടി ആണ് കിടക്കുന്നത്. അപ്പൊ എന്തുവരും? ടി മൈനസ് 2 പ്ലസ് 2 യു ടി മൈനസ് ഇതല്ലേ വരേണ്ടത്. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വലിയ വലിയ ടേംസ് ആയിട്ട് മാറും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് എ ഇത് ബി. ഇപ്പൊ നോക്കി ആദ്യം എക്സ്പാൻഡ് ചെയ്യാണ്. ലാപ്ലേസ് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അപ്പൊ എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇ മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു എന്തും കൂടി വരും? യു ടി മൈനസ് 1 കൂടി വരും. അപ്പോ ശ്രദ്ധിക്കേണ്ടത് അത് തന്നെ 3 ടേംസ് വരും. മൈനസ് ഓക്കെ, നെക്സ്റ്റ് ലാപ്ലേസ് ഓഫ് ഇതെങ്ങനെ എഴുതും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ. ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ 2 എന്താണ്? 2ab 2ab. അപ്പൊ 4 ടി മൈനസ് 2 പ്ലസ് 4 എന്തും കൂടി വരും? യു ടി മൈനസ് 2 കൂടി വരും പ്ലസ് ഇവിടെ 4 ലാപ്ലേസ് ഓഫ് എന്തുവാണ്? ടി മൈനസ് 2 ഇൻറ്റു യു ടി മൈനസ് 2 വരും പ്ലസ് 2 ഇൻറ്റു യു ടി മൈനസ് 2 വരും. അപ്പൊ ഇത്രയും എക്സ്പാൻഷൻസിന്റെ ആൻസർ നമ്മൾ കിട്ടണം. ഈ ഓരോ ടേംസും എന്തുവാണ്? ആ ഫോമിലാക്കി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് ചെയ്യേണ്ടത്.
ബ്രാക്കറ്റ് ഓപ്പൺ ശ്രദ്ധിച്ചോ. ലാപ്ലേസ് ഓഫ് ഓരോന്നിനെ കൊടുക്കാം. ടി മൈനസ് 1 the whole square into u t minus 1 അടുത്ത പ്ലസ് ലാപ്ലേസ് ഓഫ് 2 into 1 2 കോൺസ്റ്റന്റ് ഞാൻ അങ്ങ് പുറത്തെടുത്ത് t minus 1 into u t minus 1 പ്ലസ് ലാപ്ലേസ് ഓഫ് 1 into ഇല്ല ലാപ്ലേസ് ഓഫ് u t minus കണ്ടോ. ഈ ഒരു ഇതിൽ നിന്ന് ഇത്രയും എക്സ്പാൻഷൻ ആണ്. പ്ലസ് ഇനി ഇത് ഇൻറ്റു ഇട്ടാണ് ലാപ്ലേസ് ഓഫ് ടി മൈനസ് 2 the whole square u t minus പ്ലസ് 4 ലാപ്ലേസ് ഓഫ് ടി മൈനസ് 2 into u t minus 4 ലാപ്ലേസ് ഓഫ് 4 ആണ്. 4 കോൺസ്റ്റന്റ് ലാപ്ലേസ് ഓഫ് എന്തുവാണ് u t minus 2 അതും കഴിഞ്ഞു. പ്ലസ് ലാസ്റ്റ് ടേം 4 രണ്ടിനും കോമൺ ആണ്. അപ്പൊ എന്തുവാണ് 4 into ലാപ്ലേസ് ഓഫ് t minus 2 ഇത് കറക്റ്റ് ഫോമിലാണ് കിടക്കുന്നത് u t minus 2 ഇത് പ്രോപ്പർ കറക്റ്റ് ആൻസർ. ഈ 4 into 4 2 എന്താണ് 8 ലാപ്ലേസ് ഓഫ് u t minus ഇത്രയും എക്സ്പാൻഷൻ വരും. ഇത് നമുക്കറിയാം t minus 1 t minus 1 എന്തുവാണ് e raised to minus as മൈനസിന്റെ അടുത്ത് എന്തുവാണ് 1 ആണ് s ലാപ്ലേസ് ഓഫ് f of t എന്തുവാണ് t സ്ക്വയർ. ഓക്കെ നെക്സ്റ്റ് 2 ലാപ്ലേസ് ഓഫ് എന്തുവാണ് 2 into e raised to minus s ലാപ്ലേസ് ഓഫ് t. നെക്സ്റ്റ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്തുവാണ് e raised to minus s by s minus s by s. ഓക്കെ നെക്സ്റ്റ് അടുത്ത ഫംഗ്ഷൻ ലാപ്ലേസ് ഓഫ് എന്തുവാണ് അപ്പൊ e raised to a പ്ലേസിൽ എന്തുവാണ് minus 2s by ലാപ്ലേസ് ഓഫ് t സ്ക്വയർ പ്ലസ് 4 ലാപ്ലേസ് ഓഫ് എന്തുവാണ് e raised to minus 2s of ലാപ്ലേസ് ഓഫ് t. അത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ 4 e raised to minus s by s. ഇനി ഇവിടുത്തത് 4 എന്തുവാണ് e raised to minus 2s ലാപ്ലേസ് ഓഫ് ഏതാണ് t ആണ്. ലാസ്റ്റ് എന്തുവാണ് 8 യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് e raised to minus s by എന്തുവാണ് e raised to minus 2s ആണ്. അപ്പൊ എന്തുവാണ് 2s by s. ഇതെല്ലാം ലാപ്ലേസ് എടുക്കാന്നുള്ളതേ ഉള്ളൂ. ലാപ്ലേസ് ഓഫ് ടി സ്ക്വയർ എന്തുവാണ് n ഫാക്ടോറിയൽ ബൈ എന്തുവാണ് 2 ഫാക്ടോറിയൽ ബൈ s raised to 2 plus 1 3 2 e raised to minus s ന്റെ ലാപ്ലേസ് ഓഫ് t എന്ന് പറയുന്നത് 1 by s സ്ക്വയർ e raised to minus s by s e raised to minus 2s ലാപ്ലേസ് ഓഫ് എന്തുവാണ് t സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 factorial by s raised to t plus 4 e raised to minus ts Laplace of t is 1 by s square. Next 4 e raised to minus s by s 4 Laplace of t is 1 by s square. E raised to minus t is 1 by s square plus 8 e raised to minus 2s by s. Now arrange it. 2 factorial 2 e raised to minus s by s. 1 2 e raised to minus s by s square. E raised to minus s by s. 2 e raised to minus 2s by s cube. Plus 4 e raised to minus 2s by s square. Plus 4 e raised to minus s by s. Plus 4 e raised to minus 2s by s square. Plus 8 e raised to minus 2s by s. ഇത്
ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇ റേസ് ടു മൈനസ് എസ് എസ് ക്യൂവിന്റെ ടേം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ഇ റേസ് ടു മൈനസ് വെച്ചായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പവേഴ്സ് എങ്ങനെ ആഡ് ചെയ്യായിരുന്നു, ഇങ്ങനെ എഴുതി പോസ്റ്റ് ചെയ്യും. ഫോർത്ത് മോഡ്യൂളിൽ നിങ്ങൾക്ക് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വേറെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ.